ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇന്ന് ചെയ്യാൻ പോണത് മേക്കപ്പ് വീഡിയോ ആണ്. ഞാനിപ്പോ ബ്യൂട്ടീഷ്യൻ ഞാൻ കോഴ്സ് പഠിച്ചതാണ് കേട്ടോ. ഞാൻ എൻ്റെ പഠിപ്പ് ഇതൊക്കെ കഴിഞ്ഞ അവസരത്തിൽ തന്നെ ബ്യൂട്ടീഷ്യന്റെ കോഴ്സ് ഞാൻ പഠിച്ചതാണ്. അതിന്റെ സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിലുണ്ട്. ഇതേ ഞാൻ കാണിച്ചു തരാണ്. അപ്പൊ അതൊരു 8 മാസത്തെ കോഴ്സായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്തതാണ്. പിന്നെ സുൽമോനായതിനു ശേഷം നമുക്കൊന്നിനും ശ്രദ്ധിക്കാനോ ഒന്നിനും നേരം കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ വീട്ടില് ഹെന്നിട്ട് കൊടുക്കല് ത്രെഡിങ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ സുടുക്കുട്ടിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാലോ, വയ്യയും കാര്യങ്ങളും നമുക്കത് മുന്നോട്ടേക്ക് പോകാനായിട്ടൊന്നും പറ്റിയിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഡെയിലി ചെയ്യണ മേക്കപ്പ് എങ്ങനെയാണെന്നുള്ളതാണ് കാണിക്കുന്നത് ഞാൻ ചെയ്യണത്. അപ്പൊ ഞാനിത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ കണ്ണിന്റെ അവിടെ നന്നായിട്ട് ഇടണം കേട്ടോ. കണ്ണിന്റെ അവിടെ നമ്മൾ നന്നായിട്ട് കവർ ചെയ്തിടണം കേരളയിലിടുമ്പോ കേട്ടോ. പിന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. പക്ഷെ എൻ്റെ ബ്ലെൻഡർ ഇല്ല, അപ്പൊ ഞാൻ കൈകൊണ്ട് തന്നെ ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മുടെ നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കാട്ടെ. പിന്നെ അധികം അങ്ങോട്ട് ഓവർ ചെയ്തെടുക്കരുത്. നമ്മൾ എന്തോ ഇങ്ങനെ സ്കിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ മസാജ് ചെയ്ത് രൂപത്തിലെടുത്തോളാം. അപ്പൊ അത് അങ്ങോട്ട് നമ്മുടെ സ്കിന്നിലേക്ക് അങ്ങോട്ട് വലിഞ്ഞു പോട്ടെ നന്നായിട്ട്. പിന്നെ നമ്മള് മേക്കപ്പ് ചെയ്യുമ്പോൾ കുളിക്കാണ്ട് ഒരിക്കലും മേക്കപ്പ് ചെയ്യരുത്. അപ്പൊ പെട്ടെന്ന് എടുത്തറിയും. കുളിച്ചിട്ട് പോണം എവിടെ പോകുമ്പോഴും മേക്കപ്പ് ചെയ്യുമ്പോൾ കുളി കഴിഞ്ഞിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ യൂസ് ചെയ്യണത് ഇതേ ഈ പൗഡറാണ് കേട്ടോ. യാഗിയുടെ ഈ പൗഡറാണ്. ഇതെനിക്ക് ഇഷ്ടം കേട്ടോ കൂടുതൽ യൂസ് ചെയ്യാനായിട്ട്. ഒരുപാടൊന്നുമില്ല കേട്ടോ, കുറച്ച്. അപ്പോൾ അതേന ഞാനപ്പം അതേന പുരുവെത്തുമ്പോൾ ഞാൻ മസ്കാരയാണ് കേട്ടോ യൂസ് ചെയ്യാറ്. എനിക്കിത് യൂസ് ചെയ്യുന്നതാണ് ഇഷ്ടം. അപ്പൊ ഇത് കുറച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണെന്ന് പറയാ, ഇത്തിരി പൗഡർ നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കണ്ട. അപ്പൊ അത് എടുത്ത് കാണിക്കില്ല. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കളഞ്ഞാൽ മതി. രണ്ട് ഇവിടെയും ഇവിടെ ഇട്ടിട്ടോ. അപ്പൊ അത് പെട്ടെന്ന് എടുത്ത് അറിയാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ. മസ്കാരയാണ് ഞാൻ യൂസ്. ഇതില് നോക്കിയിട്ട് നമുക്ക് അങ്ങനെ ക്യാമറയിൽ നോക്കിയിട്ട് അതിന് ഇടാനായിട്ട് പെട്ടെന്ന് പറ്റണില്ല കേട്ടോ. കണ്ണാടിയിൽ നമ്മൾ അതിൽ നോക്കി യൂസ് ചെയ്യണ കാരണം കൊണ്ടാണ് കേട്ടോ. അതിൽ നോക്കുമ്പോ ഇങ്ങനെ മനസ്സിലാവണില്ല സത്യം പറയാൻ വെച്ചാൽ. നമ്മൾ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമല്ല ചെയ്യണത്. ഇപ്പൊ രണ്ടാമതായിട്ട് ഇതേ കാജലാണ് കേട്ടോ. കാജലാണ് ഞാൻ ഉപയോഗിക്കാറ്. ഹിമാലയയുടെ കാജൽ. അപ്പൊ അടിയിലേക്കും മുകളിലേക്കും റൗണ്ട് ചെയ്തോളൂ കേട്ടോ. അത് കഴിഞ്ഞു. പിന്നെ പൊട്ട് കുത്താം നമുക്ക്.
കുത്തി. പിന്നെ ലിപ്സ്റ്റിക് ഇതാണ് കേട്ടോ. ഇതിന്റെ നമ്പർ ഇതില് മാഞ്ഞു പോയി. DL815 ആണ് കേട്ടോ. DL815 കാണാൻ പറ്റുണ്ടോ? അപ്പൊ എന്റെ ഫൈനൽ ലുക്ക് ഇതാണ്. കണ്ണ് എഴുതാനായിട്ട് ഇതിൽ മൊബൈലിൽ നോക്കിയിട്ട് എഴുതാൻ അറിയണ്ടുണ്ട് കേട്ടോ. ഞാനപ്പോ കണ്ണാടിയിൽ പോയി നോക്കിയിട്ട് എഴുതിയതാണ്. പിന്നെ മുകളിൽ ഞാൻ എഴുതിയിട്ടില്ല, അടിയിലാണ് കേട്ടോ ലൈൻ വരച്ചേക്കണത്. ഹിമാലയയുടെ കാജൽ എഴുതിയിട്ട് ഐലൈനർ കൊണ്ട് വരച്ചുട്ടാ. പിന്നെ ബ്ലാക്ക് പൊട്ട്, അതാണ് എനിക്കിഷ്ടം കൂടുതൽ. എല്ലാം യൂസ് ചെയ്യും, എല്ലാം ഉപയോഗിക്കും. എന്നാലും ഐടെക്സിന്റെ ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കാട്ടാ. അപ്പൊ ലാസ്റ്റ് മുടി പിന്നി കെട്ടിട്ടാ. അപ്പൊ ഇത് ഇഷ്ടമായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.